നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പുറത്തുനിന്ന് നോക്കുമ്പോൾ അവർ ഭയങ്കര കാമായിരിക്കും, ചിരിക്കും, സംസാരിക്കും, എല്ലാം നോർമൽ പോലെ തോന്നും. ഓവർ തിങ്ക് എന്നത് അധികം ചിന്തിക്കുന്നത് മാത്രമല്ല, സ്വന്തം മനസ്സിനോട് തന്നെ ദിവസവും ചെയ്യുന്ന ഒരു വാറാണ്. ഒരു ചെറിയ കാര്യവും മനസ്സ് വിട്ടുകളയില്ല. ആരെങ്കിലും ഒരു റിപ്ലൈ ലേറ്റ് ചെയ്താൽ, എന്തെങ്കിലും തെറ്റായിപ്പോയോ, ഒരു ടോണ് മാറിയാൽ അവർക്കിനി എന്നെ ഇഷ്ടമില്ലേ, ഒരു ചെറിയ സൈലൻസ് പോലും വലിയ ഡിസ്റ്റൻസ് പോലെ തോന്നും. ഏറ്റവും വേദനിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും പ്രശ്നങ്ങൾ പുറത്തല്ല, നമ്മുടെ തലക്കുള്ളിലാണ്. സംഭവിക്കാത്ത കാര്യങ്ങളിൽ പോലും മനസ്സിനെ ഇമാജിൻ ചെയ്ത് നമ്മളെ പേടിപ്പിക്കും. ഒരാൾ പോയിട്ടില്ലെങ്കിലും അവർ പോകുമോ എന്ന് ഭയപ്പെടും. ആരും വെറുത്തിട്ടില്ലെങ്കിലും എന്നെ ഇഷ്ടമില്ലാതായോ എന്ന് ചിന്തിക്കും. ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകൾ സാധാരണ കെയർലെസ് അല്ല, അവർ കൂടുതലായി ഫീൽ ചെയ്യുന്നവരാണ്, കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുന്നവരാണ്. ചെറിയ കാര്യങ്ങൾ പോലും ഹേർട്ടിലെടുത്തു വെക്കുന്നവർ. പക്ഷെ അതേ മനസ്സ് തന്നെയാണ് അവർ രാത്രികളിൽ ഉറങ്ങാൻ പോലും അനുവദിക്കാത്തത്. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് പോലും അവരുടെ തലക്കുള്ളിൽ കോൺവെർസേഷൻ നടക്കും. അപ്പോൾ ഞാൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, അവൻ അതിനെ അർത്ഥമാക്കിയതെന്താവും, ഞാൻ മതിയാവുന്ന ആളല്ലേ. ഒരു സമയത്തിന് ശേഷം ഓവർ തിങ്ക് ഒരു ഹാബിറ്റായി മാറും. ഹാപ്പി മൊമെൻറ്റ്സ് പോലും എൻജോയ് ചെയ്യാൻ പറ്റാതെ വരും. കാരണം മനസ്സെപ്പോഴും വേഴ്സ്റ്റ് എൻഡിങ് ഇമേജിൻ ചെയ്യും. ഒരുപാട് ആളുകൾ ജസ്റ്റ് സ്റ്റോപ്പ് തിങ്കിങ് എന്ന് പറയും. പക്ഷെ ഓവർ തിങ്ക് അത്ര സിമ്പിളല്ല. കാരണം അത് പലപ്പോഴും ഫിയറിൽ നിന്നോ, പാസ്റ്റ് ട്രോമയിൽ നിന്നോ, അല്ലെങ്കിൽ ഡിസപ്പോയിൻമെൻറ്റിൽ നിന്നോ വരുന്നതാണ്. റിപ്പീറ്റ്ലി ഹേർട്ടായ ആളുകൾക്ക് എല്ലാ കാര്യത്തിലും മീനിങ് അന്വേഷിക്കുന്ന സ്വഭാവം വരും. കാരണം വീണ്ടും ഹേർട്ടാകുമോ എന്ന ഭയം അവരെ വിട്ടുപോകില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, എല്ലാ സൈലൻസിനും നെഗറ്റീവ് മീനിങ് ഉണ്ടാകണമെന്നില്ല. എല്ലാ ഡിസ്റ്റൻസിനും ഹേർട്ടഡ് കാരണമാകണമെന്നില്ല. ചിലപ്പോൾ ആളുകൾ ടയേർഡായിരിക്കും, ബിസി ആയിരിക്കും, അല്ലെങ്കിൽ സിംപ്ലി അവരുടെ ഓൺ ബാറ്റിൽസ് ഫൈറ്റ് ചെയ്യുകയായിരിക്കും. നമ്മുടെ മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ സ്റ്റോറീസും ട്രൂത്ത് ആവണമെന്നില്ല. ഓവർ തിങ്ക് ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നത് പീസാണ്. ഒരു ഹാപ്പി ഡേ പോലും അവസാനം അൺനെസസറി തോട്ട് കൊണ്ട് ഹെവിയാകും. ചിലപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് അത്രയും പേടിക്കും, പ്രസൻസ് എൻജോയ് ചെയ്യാൻ പോലും മറക്കും. അതിനാൽ എല്ലാ കാര്യത്തിനും ആൻസർ അന്വേഷിക്കാതിരിക്കുക. എല്ലാ മാറ്റങ്ങൾക്കും സെൽഫ് ബ്ലെയിം ചെയ്യാതിരിക്കുക. ചില കാര്യങ്ങൾ വിട്ടുകളയാൻ പഠിക്കണം. കാരണം മനസ്സിന് സമാധാനം കൊടുക്കുന്നത് വീക്കായതല്ല, അത് സെൽഫ് കെയർ ആണ്. ഒരുപാട് ചിന്തിച്ചിട്ടും ചില കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിൽ വരില്ല. പക്ഷെ അതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പഠിച്ചാൽ ജീവിതം കുറച്ചുകൂടി ലേറ്ററായി തോന്നും. Sometimes peace begins when you stop replaying everything in your head. And the saddest thing about overthinkers is they create pain from situations that haven't even happened.